ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോ 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദ എർത്ത് എന്ന ചാപ്റ്ററിൻ്റെ 3rd പാർട്ടാണ്. ആദ്യത്തെ പാർട്ടുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 പാർട്ടിൽ തീർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു ചെറിയ പാർട്ടും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ട്രാവലോഗിൻ്റെ ഒരു പാർട്ട്, ചെറിയൊരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ബസ്സസ്, ലോറീസ് ആൻഡ് കാർസ് സ്റ്റാർട്ട് റണ്ണിങ് ഇൻ ദ heart of the frozen lake. Every corner bustle with winter sports such as skiing and skating. അപ്പോൾ ഇത് എങ്ങനെയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്? മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് അദ്ദേഹം പോയപ്പം കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. എസ്.കെ. പൊറ്റക്കാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് മലയാളത്തിലെ യാത്രാ വിവരണങ്ങളൊക്കെ ഇത്രയും പോപ്പുലറായി എഴുതി തുടങ്ങിയ ആളെന്ന് പറയുന്നത്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് പോയതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ബസ്സും ലോറിയും കാറും ഒക്കെ ഇത് കൂടെ ഓടുന്നത് തടാകത്തിൻ്റെ, ലേക്കിൻ്റെ മുകളിൽ കൂടെ ഓടുന്നതെന്ന്. അതെന്തുകൊണ്ടാണ്? ലേക്കിലത്തെ വെള്ളമൊക്കെ ഐസായി മാറിയിരിക്കുകയാണ്, അത്രയും സ്ട്രോങ് ഐസാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വണ്ടികൾ ഓടുന്നു എന്ന്. അതേപോലെയോ എല്ലാ കോർണറിലും വിൻ്റർ സ്പോർട്ട്, അതായത് സ്കീയിങ്, സ്കേറ്റിംഗ്, അങ്ങനെ മഞ്ഞുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന സ്പോർട്സ് ആക്ടിവിറ്റി ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ആൾക്കാർ. ദ റോഡ്സ് ആർ കവേർഡ് വിത്ത് സ്നോ മോസ്റ്റ് ഓഫ് ദ ഇയർ, മേക്കിംഗ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് എക്സ്പെൻസീവ് ടു കീപ് ദം സേഫ് ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ അവിടുത്തെ റോഡുകളൊക്കെ വർഷത്തിൽ കൂടുതൽ സമയം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് അത് ക്ലീൻ ചെയ്തിടാൻ അവിടുത്തെ ഗവൺമെൻറ്റിന് ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. കായ സെഡ്, ഇഫ് യു വാണ്ട് ടു സീ ദ ട്രൂ ബ്യൂട്ടി ഓഫ് ലാറ്റി യു ഷുഡ് വിസിറ്റ് ഡ്യൂറിങ് വിൻ്റർ. അപ്പോൾ അവിടുത്തെ ഒരു ആളായിട്ടുള്ള കായ പറയാണ്, നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ശരിയായ ഭംഗി കാണണമെങ്കിൽ നിങ്ങൾ ഈ മഞ്ഞുള്ള സമയത്ത്, വിൻ്ററിൽ തന്നെ, തണുപ്പ് കാലത്ത് തന്നെ വരണം. The ground will be covered with white snow and all the trees will stay like tassels made of white paper. How eager the children are to play in the snow. അപ്പോൾ വിൻ്ററിൽ അവിടുത്തെ ഒരു കാഴ്ച എങ്ങനെയാണ്? നിലം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നു. അതുപോലെയോ മരങ്ങളിലെല്ലാം ഈ പേപ്പറിൻ്റെ കളറുള്ള ടാസൽസ്, തൊങ്ങലുകൾ തൂക്കിയതുപോലെ മഞ്ഞിങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലോ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മഞ്ഞിൽ കളിക്കാൻ വേണ്ടിയിട്ട്. നൈറ്റ് ടൈം ലാസ്റ്റ് ഫോർ 6 months, ദെൻ വിത്ത് ഡേ ലൈറ്റ് ഫോർ ആൻ അവർ ഓർ 2 ടു ദ മാക്സിമം. ആ സമയത്ത് അപ്പോൾ വിൻ്ററിൽ എങ്ങനെയായിരിക്കും? നൈറ്റ് ടൈം ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. 6 months 6 മാസം നീണ്ട ഒരു രാത്രിയാണ് അവിടെ ഉണ്ടാവുക. പകൽ വെളിച്ചം എന്ന് പറയുന്നത് ഒരു ദിവസം 2-3 മണിക്കൂർ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? പകൽ വെളിച്ചം കിട്ടുള്ളൂ. ബാക്കി സമയം മുഴുവൻ എന്തായിരിക്കും? ഇരുട്ടായിരിക്കും. ദ സ്നോ വൈറ്റ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ ലൈറ്റ് ഓഫ് ദ സ്കൈ ടുഗെദർ ക്രിയേറ്റ് ദ എഫക്റ്റ് ഓഫ് മൂൺ ലൈറ്റ്. അപ്പോൾ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന നിലവും അതുപോലെ ആകാശത്തിലെ ലൈറ്റും എല്ലാം കൂടി കൂടിയിട്ട് ആ സമയത്തൊരു മൂൺ ലൈറ്റിൻ്റെ, നിലാവിൻ്റെ പ്രതീതിയായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അല്ലേ. ഹാവിൻറ്റ് യു റീഡ് ദ നോട്ട്? യു ഹാവ് റെഡ് ദ പാർട്ട് ദാറ്റ് മെൻഷൻസ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ സ്നോയി ഏരിയാസ് ബൈ ഫേമസ് ട്രാവലോഗ് റൈറ്റർ എസ്.കെ. പൊറ്റക്കാട് ഇൻ ദ ബുക്ക് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. വാട്ട് ആർ ദ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഏരിയ. അപ്പോൾ നമ്മളിവിടെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു ബുക്കിൽ നിന്ന് എടുത്ത ഭാഗമാണ് കേട്ടോ ഇത്. അപ്പം അതിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് അത്തരത്തിലുള്ള നാടുകളെക്കുറിച്ച് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റും? അതിൽ കാണിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഫ്രോസൺ ലേക്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ലോങ് നൈറ്റ്സിനെ കുറിച്ച് പറയുന്നു. വിൻ്റർ സ്പോർട്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്നോ കവേർഡ് ആയിട്ടുള്ള ഗ്രൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്കതിൽ വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ദെൻ നമ്മൾ പറഞ്ഞില്ലേ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ നിന്ന്. അങ്ങനെ പറയുന്നത് ഏത് കൺട്രീനെയാണെന്ന് അറിയോ? ഏത് രാജ്യമാണ് പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയുന്നത്? അത് നോർവേ ആണ് കേട്ടോ. ദ ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ എന്നാണ് അത് അറിയപ്പെടുന്നത്, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ. നോർവേ ഈസ് എ കൺട്രി നോൺ ആസ് ദ ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ. നോർവേ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ നോർത്ത് റീജിയണിൽ, വടക്ക് റീജിയണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നോർവേ എന്ന് പറയുന്നത്. The northernmost region of Norway, which are covered with snow most of the year, experience 6 months of continuous day and 6 months of continuous night. അപ്പം
നോർവേയുടെ ഏറ്റവും നോർത്തായിട്ടുള്ള റീജിയണിൽ, ഏറ്റവും വടക്ക് റീജിയണിൽ എങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ ഇയറും സ്നോ മൂടിക്കിടക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ 6 months ഡേ ആണെങ്കിൽ 6 months നൈറ്റാണ്. അതെന്തുകൊണ്ടാണ്? നോർവേ എന്ന് പറയുന്നത് പോളാർ റീജിയണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഭൂമിയുടെ ഷേപ്പും ഭൂമി തിരിയുന്ന രീതിയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോൾസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, കൂടുതൽ ലൈറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് കിട്ടും, അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡാർക്ക് കിട്ടും. അതായത് ഭൂമി സൂര്യനെ ചുറ്റി വരുമ്പോൾ അത് പോളാർ റീജിയണിൽ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ നോർവേയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എന്ന് ചോദിച്ചാൽ നമുക്കത് ഓർമ്മ വേണം, അത് നോർവേ ആണ്. ലെറ്റ് സീ ഹൗ ലൈഫ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ദിസ് സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ് സ്നോവി റീജിയൺ. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ പൊതുവെ പോപ്പുലേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും കേട്ടോ. ദ പീപ്പിൾ ഹിയർ വെയർ എയർ ടൈറ്റ് ഫുഡ് വെയർ മെയ്ഡ് ഓഫ് ലെതർ ആൻഡ് ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് ഫർ. ഇറ്റ് ഈസ് എ കോമൺ സൈറ്റ് ടു watch the local people called Inuit traveling on flat sledges pulled by domesticated dogs. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സ്നോവി റീജിയണിലുള്ള ആൾക്കാരുടെ ജീവിത രീതിയെ കുറിച്ചാണ് പറയുന്നത്. അവരെന്ത് ചെയ്യും, എപ്പോഴും എയർ ടൈറ്റ് ആയിട്ടുള്ള ഫുഡ് വെയറും ലെതറിൻ്റെ ഫുഡ് വെയറും പിന്നെ മറ്റേ ഫർ വെച്ചിട്ടുള്ള ക്ലോത്ത്സും ഒക്കെ ജാക്കറ്റുകളും ഒക്കെ എപ്പോഴും ധരിച്ചിട്ടുണ്ടാവും. അതുപോലത്തെ അവിടുത്തെ കോമൺ പീപ്പിളിനെ കേട്ടോ, അവിടെ താമസിക്കുന്ന ആൾക്കാരെ ഇന്യൂട്ട് എന്നാണ് പറയുക. അവരെന്തിലിങ്ങനെ ഫ്ലാറ്റ് സ്ലെഡ്ജ് ആ പടത്തിൽ കണ്ടോ, അതായത് നായ്ക്കൾ വലിക്കുന്ന ഈ വണ്ടിയിൽ, തെന്നിപ്പോകുന്ന വണ്ടിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് സാധാരണ കാഴ്ചയാണെന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദ വിൻ്റർ സീസൺ വിച്ച് ലാസ്റ്റ് ഫോർ 6 months ദേ ഡു നോട്ട് ലീവ് ദെയർ ഡ്വെല്ലിംഗ് വിച്ച് ഈസ് കോൾഡ് ആൻ ഇഗ്ലൂ. അപ്പോൾ അവരുടെ വീടുകളെ മഞ്ഞുകാലത്ത് അവരെവിടെ താമസിക്കും, അവരുടെ വീടുകളിൽ താമസിക്കും. അവരുടെ ആ കൂടാരത്തിന് പറയുന്ന പേരാണ് ഇഗ്ലൂ എന്ന്. ദ ചീഫ് പ്ലാന്റ് സ്പീഷീസ് ഹിയർ ആർ ഫേൺസ് ആൻഡ് മോസ് വിച്ച് സർവൈവ് എക്സ്ട്രീം വിൻ്റർ. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ കാണുന്ന ഈ വലിയ വലിയ ലീഫുകളൊക്കെ ഉള്ള ഇലകളൊക്കെ ഉള്ള മരങ്ങളെക്കാളും കൂടുതൽ ഫേൺസും മോസസും ആണ്. അതായത് നമ്മുടെ പൈൻ ട്രീസ് അങ്ങനത്തെയൊക്കെ ഇല്ലേ, നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെയുള്ള ട്രീകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ട്രീകളാണ് കൂടുതലായിട്ടും അവിടെ ഉള്ളത്. ദ ചീഫ് സ്പീഷീസ് ഓഫ് അനിമൽസ് ആർ വെയിൽസ്, ഫിഷ്, സ്നോ ഓൾസ്, സീൽസ് ആൻഡ് പോളാർ ബെയർസ്. അപ്പോൾ അവിടെ കൂടുതലായിട്ടുള്ള അനിമൽസ് എന്ന് പറയുന്നത് ആ കാലാവസ്ഥയിൽ ജീവിക്കാൻ പറ്റിയിട്ടുള്ള അനിമൽസുകളാണ് അവിടെ ഉള്ളത്. വെയിൽസ് എന്ന് പറഞ്ഞാൽ തിമിംഗലം, അതുപോലെ അവിടെ ജീവിക്കാൻ പറ്റിയ ഫിഷുകൾ, പിന്നെ സ്നോൾസ് ഹിമമൂങ്ങ, മഞ്ഞ് മൂങ്ങകൾ, സീൽസ് അത് അവിടുത്തെ ഒരു ജീവിയുടെ പേരാണ്, അതേപോലെ പോളാർ ബെയേഴ്സ് ഹിമക്കരടികൾ, ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. അവിടുത്തെ ആൾക്കാരുടെ മെയിനായിട്ടുള്ള ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് ഹണ്ടിങ്ങും ഫിഷിങ്ങും ആണ്. ഇത് അവിടുത്തെ ഈ ധ്രുവപ്രദേശത്ത് പോളാർ റീജിയണിൽ താമസിക്കുന്ന നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി ഇഗ്ലൂവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇഗ്ലൂവിനെ കുറിച്ച് നോക്കൂ. ദ ഇന്യൂട്ട് ഓർ എസ്കിമോസ് ആർ ആൻ ഇൻഡിജിനിയസ് പീപ്പിൾ ലിവിങ് ഇൻ ദ പോളാർ റീജിയൻ. അപ്പോൾ പോളാർ റീജിയണിൽ താമസിക്കുന്ന അവിടുത്തെ ഇൻഡിജിനിയസ്, അവിടുത്തെ തദ്ദേശീയരായ ആൾക്കാരെ പറയുന്ന പേരാണ് ഇന്യൂട്ട് അല്ലെങ്കിൽ എസ്കിമോസ് എന്ന്. അവരുടെ ഹൗസസിന് പറയുന്ന പേരാണ് ഇഗ്ലൂസ്. ഇഗ്ലൂ ആർ ഹൗസസ് ബിൽറ്റ് ബൈ ദം വിത്ത് ബ്ലോക്സ് ഓഫ് ഐസ്. അപ്പോൾ ഇങ്ങനെ ഐസ് പീസ് പോലെ ഉണ്ടാക്കിയിട്ട്, മഞ്ഞുകൊണ്ട് ഹോളോബ്രിക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അത് അടുക്കി വെച്ച് അവരുണ്ടാക്കുന്ന വീടാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. അവരതിൽ താമസിക്കുന്നു വിൻ്റർ ടൈമിൽ. ദെൻ ലുക്ക് അറ്റ് ദ പിക്ചർ. ഇനി നമ്മൾ അടുത്ത വേറൊരു ടൈപ്പ് ഓഫ് നാട്ടിലേക്ക് വരികയാണ് അല്ലേ, ഡെസേർട്ടുകൾ. Tropical deserts are land masses with very different geological features from the polar region. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോളാർ റീജിയനും മഞ്ഞും അങ്ങനത്തെ സ്ഥലങ്ങളെക്കുറിച്ചാണ്. ഇവിടെ പറയുന്നത് ഡെസേർട്ടാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് അത് അല്ലേ. ലാർജ് ഏരിയ ഓഫ് സാൻഡ് ആൻഡ് സാൻഡ് ഡ്യൂൺസ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് റീജിയൻ. ഹിയർ ദ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഡ്യൂറിങ് ദ ഡേ ആൻഡ് അറ്റ് നൈറ്റ് ദ ടെമ്പറേച്ചർ ഇസ് വെരി ലോ. അപ്പോൾ അവിടുത്തെ പ്രത്യേകതകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പകൽ നല്ല ഹൈ ടെമ്പറേച്ചറും രാത്രി ഭയങ്കര ലോ ടെമ്പറേച്ചറും ആയിരിക്കും. ദീസ് ഏരിയാസ് വിത്ത് വെരി ലിറ്റിൽ റെയിൻഫോൾ എക്സ്പീരിയൻസ് ഹൈ ടെമ്പറേച്ചർ, ഡ്രൈ വിൻഡ്സ് ആൻഡ് വാട്ടർ സ്കേഴ്സിറ്റി. അപ്പോൾ അവിടുത്തെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ മഴ വളരെ കുറവാണ്, ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്, ഡ്രൈ വിൻഡ്സ് വരണ്ട കാറ്റായിരിക്കും അവിടെ, അതുപോലെ വാട്ടർ സ്കേഴ്സിറ്റി, വാട്ടർ വളരെ കുറച്ചേ അവൈലബിൾ ഉണ്ടാവുള്ളൂ. ദീസ് ഏരിയാസ് ആർ ലെസ് പോപ്പുലേറ്റഡ്. ഇവിടെ എങ്ങനെയാണ്, പോപ്പുലേഷൻ കുറവാണ്. പോളാർ റീജിയണിൽ നമ്മൾ പറഞ്ഞു പോപ്പുലേഷൻ കുറവാണെന്ന്, കാരണം ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണല്ലോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ ജീവിക്കാൻ താല്പര്യപ്പെടില്ല. അതുപോലെ തന്നെയാണ് ഡെസേർട്ടിൽ.
Climate adapted lifestyle exists in tropical desert. കണ്ടിന്യൂസ് ഡ്രൗട്ട് ആൻഡ് സാൻഡ് സ്റ്റോംസ് ആർ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസേർട്ട്. അപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരും അവിടുത്തെ ഒരു ഇതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈലിലാണ് അവർ ജീവിക്കുന്നത്. ലോസ് ക്ലോത്തിങ്സ് ആൻഡ് ഹെഡ് ഡ്രസ് ദാറ്റ് കവേഴ്സ് ദ ഫേസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസേർട്ട് ഡ്വല്ലേഴ്സ്. അപ്പോൾ അതിലൂടെ യാത്ര ചെയ്യുന്ന ഡെസേർട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും? ലൂസായിട്ടുള്ള ഡ്രസ്സ്, അതുപോലെ തലയൊക്കെ ഫുൾ കവർ ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ വെയിലും അതേപോലെ മണൽക്കാറ്റായിരിക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. യൂസിങ് ക്യാമൽസ് ഫോർ ക്യാരിയിങ് ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ കോമൺ സൈറ്റ് ഇൻ ഡെസേർട്ട്. അപ്പോൾ നമ്മൾ പോളാർ റീജിയണിൽ സ്ലെഡ്ജസ് പറഞ്ഞതുപോലെ ഡെസേർട്ടിൽ ആരെയും ഉപയോഗിക്കുന്നത്? ക്യാമൽസിനെ ഉപയോഗിച്ച് ട്രാവൽ ചെയ്യാനും അതുപോലെ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകാനൊക്കെ ഉപയോഗിക്കുന്നത് ഒരു കോമൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതും ഈ ഭാഗവും മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ചോദിക്കാൻ സാധ്യതയുണ്ട് പോളാർ റീജിയണിലെ കാര്യങ്ങളും അതേപോലെ ഡെസേർട്ടിലെ കാര്യങ്ങളും. അത് കഴിഞ്ഞ ശേഷം ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. ഡെസേർട്ടിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എഴുതി ചേർക്കാം. അതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ലെസ് ടെമ്പറേച്ചർ അറ്റ് നൈറ്റ് ആണ്. വൈഡ് സാൻഡി ഏരിയ ആണ്. ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഡ്യൂറിങ് ഡേ ടൈം ആണ്. അപ്പോൾ രാത്രി ടെമ്പറേച്ചർ കുറവും പകൽ ടെമ്പറേച്ചർ കൂടുതലും, അതുപോലെ വലിയ സാൻഡി ആയിട്ടുള്ള സാൻഡ് നിറഞ്ഞിട്ടുള്ള ഏരിയ ആണെന്ന് പറയുന്നുണ്ട്. വേറെ നമുക്ക് എന്തൊക്കെ എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതാം അല്ലേ? വെരി ലിറ്റിൽ റെയിൻഫോൾ ആണ്, മഴ വളരെ കുറവായിരിക്കും. ഡ്രൈ വിൻഡ് ആയിരിക്കും. ലെസ് പോപ്പുലേറ്റഡ് ആണ്. ഇതൊക്കെ നമുക്ക് എഴുതിയിട്ട് ആ ചാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. The regions with such characteristics have a different way of life adapted to the climate. We have discussed how the physical diversity of polar region and desert region affect the lives of the people there. Agriculture, occupation, food, clothing, house construction, celebrations, etc. of a region are all shaped according to the climate of that place. അപ്പോൾ ഇപ്പം നമ്മൾ രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി, അവരുടെ ആഘോഷങ്ങൾ, അതേപോലെ അവരുടെ ഡ്രസ് സ്റ്റൈല്, അവരുടെ ജോലി, അവരുടെ ഫുഡ്, എന്ത് ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ എന്തിനുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അവിടുത്തെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? പോളാർ റീജിയണിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലത്തെ ഡ്രസ്സ് ധരിച്ചിട്ട് ഡെസേർട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. However, studies show that unscientific human interventions cause changes in the natural environment. As a result, there are significant changes in the climate around the world today. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മനുഷ്യൻ്റെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കടന്നുകയറ്റങ്ങൾ മൂലം എന്തുണ്ടായിട്ടുണ്ട്? ആ ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തും ഭൂമിയുടെ എല്ലാ ഭാഗത്തുമുള്ള ക്ലൈമറ്റിന് എൻവയോൺമെൻറ്റിന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ആയിട്ട് വരുന്നു. അതായത് മൊത്തത്തിൽ ചൂട്, അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടി വരുന്നു. അത് കാരണം എന്തുണ്ട്? ഐസ് മെൽറ്റ് ആവുന്നുണ്ട്. പോളാർ റീജിയണിൽ ഐസ് മെൽറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഐസ് മെൽറ്റ് ആകുമ്പോൾ എന്തുണ്ടാവും? സീ ലെവലിൽ കടൽ വെള്ളത്തിന് നിരക്ക് കൂടും. കടൽ വെള്ളത്തിന് നിരക്ക് കൂടുമ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? താഴ്ന്ന് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവും, ഫ്ലഡാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നത് ഒരു സ്പീച്ച് വെച്ചിട്ടാണ്. നോക്കാം. ഐ കം ഫ്രം കെനിയ വേർ 20 crore people are suffering from the adverse effect of climate change. There is severe drought and we have not had rain for 2 years. അപ്പോൾ ഇതൊരു കുട്ടിയാണ്. ആ കുട്ടി എവിടെ നിന്നാണ് വരുന്നത്? കെനിയയിൽ നിന്നാണ്. അവിടെ 20 കോടി ആൾക്കാർ എന്തുകൊണ്ട് സഫർ ചെയ്യാണ്? ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാരാണ് ആ കുട്ടിയുടെ നാട്ടിലുള്ളത്. അവിടെ എന്താ പ്രശ്നം? അവിടെ സിവിയർ ഡ്രൗട്ടാണ്. അതായത് കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ അത്രയും വരൾച്ചയാണ്. സയൻറ്റിസ്റ്റ് പ്രെഡിക്റ്റ് ദാറ്റ് ഇറ്റ് വിൽ ബി ദ സെയിം ഇൻ ദ 3rd year ഓൾസോ. സയൻറ്റിസ്റ്റ് പറയുന്നത് അടുത്ത വർഷം, 3ാമത്തെ വർഷം അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. We don't get sufficient rain. Without rain, all the rivers had dried up and heat waves are sweeping through the land. Please open your hearts. അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത്? മഴയില്ലാത്തത് കാരണം അവിടുത്തെ പുഴകളൊക്കെ വരണ്ടുണങ്ങി, അതുപോലെ മൊത്തം ചൂടാണ്, നമുക്ക് ആവശ്യത്തിന് മഴ കിട്ടുന്നില്ല. അവരുടെ ക്രോപ്സൊക്കെ ഓൾ അവർ ക്രോപ്സ് ഹാവ് ഡ്രൈഡ് അപ്പ്. അനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ആർ ഡൈയിങ്. മനുഷ്യനും മൃഗങ്ങളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൃഷിയൊക്കെ നശിച്ചു പോയി. ഇഫ് ദിസ് കണ്ടിന്യൂസ് ഹാഫ് ഓഫ് അസ് വിൽ ഹാവ് ബീൻ വൈപ്ഡ്
ഔട്ട് ബൈ 2025. 2025 ആകുമ്പോഴത്തേക്കും ആ നാട്ടിലെ പകുതി ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ടാവുമെന്നാണ് ആ കുട്ടി പറയുന്നത്, ഇതേ സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ. ദ ഡിസിഷൻസ് ഇൻ ദിസ് കോൺക്ലേവ് വിൽ ബി ഡിസസീവ് ഇൻ ബ്രിങ്ങിങ് ബാക്ക് റെയിൻസ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ തീരുമാനിക്കുന്ന, ഇപ്പോൾ അവിടെ ഒരു സമ്മേളനം നടക്കുകയാണ്, ആ സമ്മേളനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യണം, ഈ മഴേനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കണം. ഡിസൈഡ് വെദർ അവർ ഫ്രണ്ട്സ് ആൻഡ് ദ ചിൽഡ്രൻ വിൽ ഗെറ്റ് ഫുഡ് ആൻഡ് വാട്ടർ. പ്ലീസ് ഓപ്പൺ യുവർ ഹേർട്സ്, പ്ലീസ് ഓപ്പൺ യുവർ ഹേർട്സ്. നിങ്ങൾ ഒന്ന് ഹൃദയം തുറക്കൂ, അതായത് അവർക്ക് സഹായമാകുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കൂന്ന് ആ ഒരു സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയാണ്. ദെൻ അതാരാണ് ആ കുട്ടി നോക്കാം. യു ഹാവ് റെഡ് എ പ്ലീ ടു വേൾഡ് leaders by Elizabeth Wathuti, a school girl from Kenya, at the United Nations Climate Conference in Glasgow on 31st October 2021. അപ്പോൾ 2021 ഒക്ടോബർ 31 ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ക്ലൈമറ്റ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അവരുടെ സമ്മേളനത്തിന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാകും. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു സമ്മേളനത്തിലാണ് ഈ എലിസബത്ത് വതൂട്ടി എന്ന് പറയുന്ന കെനിയയിൽ നിന്നുള്ള സ്കൂൾ ഗേൾ അവരോട് ഇങ്ങനെ അഭ്യർത്ഥിക്കുകയാണ്, എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കൂ എന്നുള്ള രീതിയിൽ. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലക്സ് issues that is faced by the world today and the generations to come. An important factor influencing the climate of a region is the atmospheric conditions of that region. ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇപ്പോഴത്തെ ലോകത്തും അതേപോലെ വരാനിരിക്കുന്ന ജനറേഷനും ഒക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്ച്വേഷൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ലീഡ് ടു ക്ലൈമറ്റ് ചേഞ്ച്. ഫ്ലക്ച്വേഷൻ മെയിനായിട്ടുള്ള പ്രശ്നം സംഭവിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുന്നു, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം ഇതിനൊക്കെ കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ സ്ലോ പ്രോസസ് ഓൺ ദ എർത്ത്. ഈവൻ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ നേച്ചർ. ഹൗ ക്യാൻ വി ഡിറ്റക്ട് ക്ലൈമറ്റ് ചേഞ്ച്? അപ്പോൾ ചെറുതായിട്ട് ക്ലൈമറ്റിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ അത് നമ്മുടെ അന്തരീക്ഷത്തിന് വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതായത് ഇത് പെട്ടെന്ന് ഒരു ദിവസം സംഭവിക്കുന്ന കാര്യമല്ല, ഇത് വളരെ സ്ലോ ആയിട്ടാണ് ഈ പ്രോസസ്സ് നടക്കണത്. എന്നിരുന്നാൽ കൂടി കുറച്ച് കാലങ്ങൾ കൊണ്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വല്ലാതെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളാണ്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള യങ് ജനറേഷൻസ്, അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജനറേഷനൊക്കെ ആയിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ അതിനുള്ള പരിഹാരം കണ്ടെത്താന്നുള്ളതല്ല, അത് വരാതെ നോക്കേണ്ടതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ബോധവാന്മാരാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കാമെന്നാണ് പറയുന്നത്. Even below are some pictures from the exhibition conducted at Anu School in connection with the World Environment Day. അപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേനെ അനുബന്ധിച്ച് നടത്തിയ ഒരു എക്സിബിഷനിലെ പിക്ചേഴ്സാണ് ഇതൊക്കെ. നോക്കൂ എന്തൊക്കെയാണ് പിക്ചർ നോക്കൂ. അതിലൊരു പോളാർ ബെയർ മഞ്ഞുരുകി പോയിട്ട് അത് വെള്ളത്തിൽ വീണിരിക്കുന്നു അല്ലേ. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പോളാർ റീജിയണിൽ ഐസ് മെൽറ്റ് ആവുന്നതിനെക്കുറിച്ച്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ ഒരു പിക്ചറിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെയോ ഫോറസ്റ്റ് ഫയർ കാണിക്കുന്നുണ്ട്, വരണ്ടുണങ്ങി കിടക്കുന്ന ഇത് കാണിക്കുന്നുണ്ട്, സൈക്ലോൺ, അതുപോലെ ഈ മണ്ണിടിച്ചിൽ. നമ്മൾ അടുത്ത കാലത്ത് വളരെ വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അനുഭവിച്ചതാണ് അല്ലേ, ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ. അതേപോലെ ഫ്ലഡ്, അതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ വലിയൊരു വെള്ളപ്പൊക്കം വന്നതാണ്. Observe the picture. Natural calamities occurring on the earth due to the climate change are given in the picture. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് പലതരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ആണ്, അതായത് പ്രകൃതി ദുരന്തങ്ങൾ. എന്തിനെക്കുറിച്ചൊക്കെ പറയുന്നത്? മെൽറ്റിംഗ് പോളാർ ഐസ് മെൽറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഫോറസ്റ്റ് ഫയർ, ഡ്രോട്ട്, സൈക്ലോൺ. ആ വെള്ളത്തിൻ്റെ ഇതിൽ കാണിച്ചിരിക്കുന്നത് സൈക്ലോൺ ആണ്, ചുഴലിക്കാറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്, പിന്നെ ഫ്ലഡ്, ഇതിനെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക് ദ സൈഡ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇനി അവിടെ ഒരു ബോക്സായി കൊടുത്തിട്ടുണ്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്. റൈസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ, നമ്മൾ പറഞ്ഞതാണ്, ഗ്ലോബൽ ടെമ്പറേച്ചർ ഉയരുന്നു, അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നു. അപ്പോൾ അങ്ങനെ ചൂട് കൂടുമ്പോൾ എന്തുണ്ടാവുന്നു? മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്, അതിന് ബന്ധിച്ച് നമുക്ക് പറയാം പോളാർ ഐസ് ഉരുകുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ദ റൈസ് ഓഫ് സീ ലെവൽ ആൻഡ് സുനാമി ഡിസാസ്റ്റർ. റൈസ് ഓഫ് കടലിൻ്റെ വെള്ളത്തിൻ്റെ നിരക്ക് കൂടുന്നു, അങ്ങനെ വെള്ളത്തിൻ്റെ നിരക്ക് കൂടുന്നു. അതുപോലെ സുനാമി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദെൻ റെയിൻഫോൾ ദാറ്റ് ഈസ് നോട്ട് സീസണൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് റെയിൻഫോൾ.
അതായത് കറക്റ്റായ സീസണുകളിൽ മഴ ലഭിക്കുന്നില്ല. ചിലപ്പോൾ കൂടിയ അളവിൽ മഴ ലഭിക്കുന്നു, ചിലപ്പോൾ ആവശ്യമുള്ള സമയത്ത് കിട്ടേണ്ട സമയത്ത് മഴ ലഭിക്കുന്നില്ല. അത് കാരണം എന്തുണ്ടാകുന്നു? ഡ്രൗട്ട് ഉണ്ടാകുന്നു. അപ്പോൾ മനസ്സിലായോ? ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ്, അല്ലാണ്ട് ഒന്നിനും ഒരു കാരണം അങ്ങനെയല്ല. എല്ലാത്തിനും എല്ലാം കാരണമാണ്. ഒന്ന് കാരണം മറ്റൊന്നുണ്ടാകുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. എല്ലാത്തിൻ്റെയും പിറകിൽ എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ദെൻ ക്ലൈമറ്റ് ചേഞ്ചിന് പുറകിൽ ആരാണ്? നമ്മൾ മനുഷ്യന്മാരാണ്. അൺകൺട്രോൾഡ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എഫക്ട് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് എർത്ത് അഡ്വേഴ്സ്ലി. അപ്പോൾ ഒന്നാമത് അൺകൺട്രോൾഡ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സ്. നമുക്ക് പ്രകൃതിയാലുള്ള കുറേ റിസോഴ്സുകളുണ്ട്. നമ്മുടെ കാടാണെങ്കിലും നമ്മുടെ പെട്രോളിയം ആണെങ്കിലും അങ്ങനെ കുറേ റിസോഴ്സുകളുണ്ട്. അതൊക്കെ നമ്മൾ പരിധിയില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ആവശ്യത്തിലധികം ഉപയോഗിക്കുകയാണ്. അതേപോലെ തന്നെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ, നമ്മൾക്ക് എവിടെയും എന്തും ചെയ്യാന്നുള്ള രീതിയിലാണ് മനുഷ്യൻ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ മലയുടെ മുകളിൽ അല്ലെങ്കിൽ ചെരിവ് പ്രദേശങ്ങളിൽ കാടുകൾ വെട്ടിത്തെളിക്കുന്നു, അവിടെ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ഥിതി മാറും. അതുകൊണ്ട് കൂടിയാണ് ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ പിക്ചറാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് നമുക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതിലെന്തൊക്കെ പറയുന്നുണ്ട്? ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസിൽ നിന്നുണ്ടാകുന്ന ടോക്സിക് ഗ്യാസുകൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഡീഫോറസ്റ്റേഷൻ, മരം വെട്ടുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെയോ ബേണിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കുന്നത്. അതുപോലെ തന്നെ ടോക്സിക് സ്മോക്ക് എമിറ്റഡ് ഫ്രം ഇൻഡസ്ട്രീസ് എന്നുള്ള ടോക്സിക് ആയിട്ടുള്ള സ്മോക്ക് പറയുന്നുണ്ട്. അതേപോലെ കെമിക്കൽസ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചറിൽ പലതരത്തിലുള്ള കെമിക്കലുകൾ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അതിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. Climate change affects all living things on the earth in many ways. It also causes the extinction of many species. Even natural disasters are often caused by climate change. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് എല്ലാ തരത്തിലുള്ള ജീവികളെയും ഭൂമിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലതിന് എന്ത് സംഭവിക്കുന്നു? എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു, വംശനാശം സംഭവിച്ച് ഇല്ലാതായിട്ട് തന്നെ പോകുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തി കാരണം. പല ഈ നാച്ചുറൽ കലാമിറ്റീസിനും പ്രകൃതി ദുരന്തങ്ങൾക്കും എന്തിനാണ് കാരണം? ക്ലൈമറ്റ് ചേഞ്ച് ആണ് കാരണമായിട്ടുള്ളത്. The government of Kerala has been devising and implementing various schemes to control the human activities that cause climate change and also protect the environment. Harida Kerala Mission is an example to this. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്, കേരളത്തിലെ ഗവൺമെൻറ് പലതരത്തിലുള്ള ഇതുപോലെയുള്ള സ്കീമുകളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ചിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊന്നാണ് ഹരിത കേരളം മിഷൻ. ഹരിത കേരളം മിഷൻ്റെ അണ്ടറിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എ സ്കീം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ലേയിങ് എംഫസിസ് ഓൺ ദ ഏരിയാസ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, സാനിറ്റേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് അഗ്രികൾച്ചർ. അപ്പോൾ ഗവൺമെൻറ് എന്തിനൊക്കെയാണ് അതിൽ ഊന്നൽ കൊടുക്കുന്നത്? സോയിൽ വാട്ടർ കൺസർവേഷൻ ഉണ്ട്, സാനിറ്റേഷൻ ക്ലീൻ ചെയ്യുന്നത്, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച്, അതുപോലെ ഓർഗാനിക് രീതിയിലുള്ള അഗ്രികൾച്ചർ, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഹരിത കേരളം മിഷൻ നടക്കുന്നത്. ഇനി ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് എക്സെട്ര ആർ ദ നോട്ടബിൾ ആക്ഷൻ പ്രോഗ്രാംസ് ഓഫ് ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ്റെ അണ്ടറിൽ വരുന്ന ചില പ്രോജക്റ്റുകളാണ് ഹരിത കർമ്മസേന, അതുപോലെ പച്ചത്തുരുത്തൊക്കെ. ഹരിത കർമ്മസേന നമുക്കറിയാലോ, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെയുള്ള വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്യുന്ന ചേച്ചിമാർ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഹരിത കർമ്മസേനയുടെ ഭാഗമായിട്ടാണ്. അതേപോലെ പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റൊക്കെ കൊട്ടിയിട്ട്, അതായത് നമ്മൾ നശിപ്പിച്ച് കളയുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ, അത്തരം സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ ഒരു പച്ചത്തുരുത്ത് ആക്കി മാറ്റിയെടുക്കുക. അതാണ് അതിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. അതാണ് പച്ചത്തുരുത്ത്. ഓക്കെ. ദെൻ അതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ പോസ്റ്റേഴ്സ് ടു ക്രിയേറ്റ് അവയർനെസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എമംഗ് പീപ്പിൾ ആൻഡ് ഡിസ്പ്ലേ ദെം ഇൻ ദ ക്ലാസ്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള പോസ്റ്ററുകൾ നേരത്തെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കി വരച്ച് ചേർക്കാം. അതിൽ എഴുതാനുള്ള വേർഡിങ്സ് മാത്രം നേരത്തെ നോട്ട് ചെയ്ത് വെച്ച് എക്സാമിന് ഈസി ആയിരിക്കും. ഓക്കെ. The beautiful earth that we live in and its resources belonging to future generations too. So we are born to use the natural resources available to us today with care.
അതായത് നമ്മളിന്ന് ഈ ജീവിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭൂമിയും അതേപോലെ ഇവിടെയുള്ള റിസോഴ്സുകളും ഒക്കെ നമുക്ക് മാത്രമുള്ളതല്ല, ഇനി വരാൻ പോകുന്ന ജനറേഷൻസിനും ഇനി വരാൻ പോകുന്ന മക്കൾക്കും കൂടി ഉള്ളതാണ് ഇതെല്ലാം. അപ്പോൾ നമ്മളെല്ലാം കൂടി ഉപയോഗിച്ച് നശിപ്പിക്കാൻ പാടില്ല. ബൈ ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ വി ക്യാൻ ഫൈറ്റ് ടുഗെദർ എഗെയിൻസ്റ്റ് ദ ഗ്രേറ്റ് മെനസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നമുക്ക് ഈ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നത് വഴി നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഈച്ച് വൺ ഓഫ് us ടു എൻഷുർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. ആക്ഷൻസ് ഫോർ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ക്യാൻ സ്റ്റാർട്ട് ഫ്രം അവർ സറൗണ്ടിങ്സ്. അപ്പോൾ ഇത് നമ്മുടെ കടമയാണ്, നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക, നമ്മുടെ നേച്ചറിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്തോളും, ലോകം മുഴുവൻ വ്യാപിച്ചോളും. അപ്പോൾ നിങ്ങളെപ്പോലെ വളർന്നു വരുന്ന കുട്ടികൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. പ്ലാസ്റ്റിക് കത്തിക്കരുത് എന്ന് വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ അത് ചെയ്യരുത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ആദ്യം കുട്ടികളായി നിങ്ങൾ അറിയണം. നിങ്ങൾ ഇനി വളർന്നു വരുമ്പോൾ ഇത് ചെയ്യരുത്, എന്തുകൊണ്ടാണെന്ന് എന്താണ് കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചാപ്റ്ററുകളൊക്കെ നിങ്ങളുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് എൻവയോൺമെൻറ്റൽ ആക്ഷൻസ് ക്യാൻ യു ടേക്ക് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്? പോസ്റ്റ് യുവർ സജഷൻസ് ഓൺ ദ ബുള്ളറ്റിൻ ബോർഡ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ എന്ത് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുക, പ്രിവെൻറ്റ് ഡിഫോറസ്റ്റേഷൻ, കാട് നശിപ്പിക്കുന്നത്, മരങ്ങൾ വെട്ടുന്നത് തടയുക, റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് കുറയ്ക്കുക, ഇൻക്രീസ് ദ യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പകരം എന്തുപയോഗിക്കുക? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ എഴുതാം അല്ലേ? പ്രൊട്ടക്റ്റ് വാട്ടർ ബോഡീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. പ്രാക്ടീസ് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ 3 Rs എന്ന് പറയും. അതായത് നമുക്ക് ഈ പ്ലാസ്റ്റിക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം റെഡ്യൂസ് ചെയ്യുക, ഉപയോഗം കുറയ്ക്കുക. റീയൂസ്, അതായത് ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനം അതിനെന്ത് ചെയ്യുക? വേറൊരു രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാത്രം നമ്മുടെ അടുക്കളയിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? ഒരു പ്ലാന്റ് നടാനുള്ള ഒരു ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കാം അല്ലേ? അങ്ങനെയൊക്കെ റീയൂസ് ചെയ്യുക. അതേപോലെ റീസൈക്കിൾ ചെയ്യുക. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, അങ്ങനെ പല സാധനങ്ങളും നമുക്ക് റീസൈക്കിൾ ചെയ്ത് വേറെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റും. അതൊക്കെ മാക്സിമം ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് പ്രൊമോട്ട് റിന്യൂവബിൾ എനർജി സോഴ്സസ് ലൈക്ക് സോളാർ ഓർ വിൻഡ് പവർ. സോളാർ എനർജി, വിൻഡ് എനർജി, ഇതിനെയൊക്കെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതൊക്കെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ യൂസ് എഫിഷ്യൻറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. പല രീതിയിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ യൂസ് ഇലക്ട്രിക് വെഹിക്കിൾസ്. വാഹനങ്ങളിൽ നിന്നുള്ള പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ സോളാർ എനർജിയിൽ നിന്നും വിൻഡ് എനർജിയിൽ നിന്നും ഒക്കെയുള്ള ഇലക്ട്രിസിറ്റി ഉൽപ്പാദനവും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് പോയിന്റുകൾ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ വലിയൊരു ചാപ്റ്റർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിൽ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.